റബ്ബർ വില കുത്തനെ കുറയുന്നതിനിടെ കർഷകർക്ക് ആശ്വാസമാകേണ്ട റബ്ബർ വില സ്ഥിരതാ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായില്ല. പദ്ധതിയുടെ കാലാവധി വർഷം തോറും നീട്ടി നൽകുകയാണ് പതിവ്. ജൂലൈ 1 തുടക്കമാകേണ്ട പദ്ധതിക്ക് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഉത്തരവിറക്കിയിട്ടില്ല. റബ്ബറിന് നിശ്ചിത വില ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി 2015 ജൂലൈ 1 ആരംഭിച്ചത്. ഓരോ ദിവസവും റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന വിലയും 170 രൂപയും തമ്മിലുള്ള വ്യത്യാസം കർഷകന് ധനസഹായമായി നൽകുന്നതാണ് പദ്ധതി. നേരത്തെ 150 രൂപയായിരുന്നു പദ്ധതി തുക. അടുത്തിടെയാണ് 170 ആയി ഉയർത്തിയത്. ഇതനുസരിച്ച് കിലോയ്ക്ക് 170 രൂപയിൽ കുറവാണെങ്കിൽ ബാക്കി തുക സർക്കാർ കർഷകന്റെ അക്കൗണ്ടിലേക്ക് നൽകും. പക്ഷേ ഇത് പലപ്പോഴും കർഷകരിൽ എത്തുന്നില്ല. ജൂലൈ 1 തുടക്കമാക്കേണ്ട പദ്ധതിക്ക് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഉത്തരവിറക്കിയിട്ടില്ല. നേരത്തെ 210 രൂപ വരെ വില വന്നതായിരുന്നു. പിന്നെ അത് കുത്തനെ കുറഞ്ഞ് ഇപ്പോൾ 190 നിൽക്കുന്നത് ഗ്രേഡ് ഷീറ്റിന്. പിന്നെ മഴയുടെ കാലാവസ്ഥയുടെ മോശം കൊണ്ട് ടാപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഈ റബ്ബറിനൊരു സ്ഥിരമായ ഒരു വില നിശ്ചയിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ കർഷകർക്ക് രക്ഷയുള്ളൂ. അത് പിന്നെ സർക്കാരാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. വിലസ്ഥിരതാ ഫണ്ട് കാലാവധി നീട്ടി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാത്തതിനാൽ പദ്ധതി അനിശ്ചിതത്വത്തിലായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ വില കുത്തനെ കയറിയത് ഇപ്പോൾ താഴ്ന്നിട്ടും കർഷകർക്ക് ബില്ല് സമർപ്പിക്കാനുമായില്ല. പദ്ധതിയുടെ വെബ്സൈറ്റും ചിലപ്പോൾ പ്രവർത്തനരഹിതമാകുന്നുണ്ട്. ഇതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. തറവില കർഷകരിലെത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.